ഡാർക്ക് മാറ്റർ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇന്ന് ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, 1933 ഫ്രിസ് വിറ്റ്സി ആക്ട്രസ് നമ്മുടെ ഗാലക്സി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാരണം, നമ്മുടെ ഗാലക്സിയെ പിടിച്ചു നിർത്താൻ മാത്രമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്നതിനുള്ള മാസ് അല്ലെങ്കിൽ ഒരു മാറ്റർ നമ്മുടെ യൂണിവേഴ്സിൽ ഇല്ല എന്ന് മനസ്സിലായി. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുക്കുന്ന മാറ്റർ എന്തായിരിക്കും? അതാണ് നമ്മൾ വിളിക്കുന്ന ഡാർക്ക് മാറ്റർ. നമ്മുടെ യൂണിവേഴ്സിൽ നോർമൽ മാറ്റർ ഉണ്ട്. അതായത് നമ്മുടെ യൂണിവേഴ്സും നമ്മളും മരങ്ങളും എല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അതൊരു നോർമൽ മാറ്ററാണ്. പക്ഷേ അത് 5% മാത്രമേ ഉള്ളൂ. നമ്മുടെ യൂണിവേഴ്സിൽ 25% ഡാർക്ക് മാറ്ററാണ്. പക്ഷേ ഈ ഡാർക്ക് മാറ്റർ കാണാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ, ഒരു സാധനത്തെ കാണണമെങ്കിൽ ആ സാധനത്തിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമ്മളത് കാണുക. എന്നാൽ ഡാർക്ക് മാറ്റർ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഡാർക്ക് മാറ്റർ ഉണ്ടെന്ന് മനസ്സിലായത്? ഡാർക്ക് മാറ്റർ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ലൈറ്റ് വീഴുമ്പോൾ ആ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഡാർക്ക് മാറ്റർ ഗാലക്സികളിലും നക്ഷത്രങ്ങളിലുമെല്ലാം അതിൻ്റെ ഗുരുത്വാകർഷണം മൂലമുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. പക്ഷേ അത് പ്രകാശം പുറപ്പെടുവിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ മറ്റു പദാർത്ഥങ്ങളുമായി സംവദിക്കുകയോ ചെയ്യുന്നില്ല. ഡാർക്ക് മാറ്റർ മൂലമുണ്ടാകുന്ന ഗുരുത്വാകർഷണ സ്വാധീനം ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഡാർക്ക് മാറ്റർ കണികകളെ നേരിട്ട് നിരീക്ഷിക്കാനോ തിരിച്ചറിയാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡാർക്ക് മാറ്റർ ഇല്ലെങ്കിൽ ഗാലക്സി ഇല്ല, സോളാർ സിസ്റ്റം ഇല്ല, എർത്ത് ഇല്ല, നമ്മളില്ല.